ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആകർഷിക്കാൻ ചില രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ജീവിതത്തിൽ പണം കുറവാണെന്ന് ശ്രമങ്ങളുണ്ടായിട്ടും ഫലം കിട്ടുന്നില്ലെന്ന് പലർക്കും ഒരു ഘട്ടത്തിൽ തോന്നാറുണ്ട്. പക്ഷേ ജ്യോതിഷശാസ്ത്രം പറയുന്നത് സമൃദ്ധിയും ഐശ്വര്യവും വെറും പരിശ്രമം കൊണ്ട് മാത്രമല്ല, ദൈവിക ശക്തികളുടെ അനുഗ്രഹം കൊണ്ടും വരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉള്ളിടത്ത് ദാരിദ്ര്യം നിലനിൽക്കില്ല എന്നാണ് വിശ്വാസം. എന്തുകൊണ്ട് ചില വീടുകളിൽ സമൃദ്ധി നിറഞ്ഞിരിക്കുന്നു, മറ്റു ചില വീടുകളിൽ എപ്പോഴും സമൃദ്ധി കുറവാണ്? ജ്യോതിഷപരമായി നോക്കുമ്പോൾ അത് നമ്മുടെ എനർജി, നമ്മുടെ ശീലം, നമ്മുടെ ചിന്തകൾ ഇവയൊക്കെയാണ് തീരുമാനിക്കുന്നത്. ലക്ഷ്മി ദേവി ശുദ്ധിയും ശാന്തിയും ഇഷ്ടപ്പെടുന്ന ദേവിയാണ്. അതിനാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടും മനസ്സും ശുദ്ധവും പോസിറ്റീവുമാക്കണം എന്നതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു നിമിഷം ലക്ഷ്മി ദേവിയുടെ ശാന്തമായ ഒരു ചിത്രം നോക്കുക. പ്രത്യേകിച്ച് പദ്മത്തിലിരിക്കുന്ന രൂപം, കൈകളിൽ നിന്ന് സ്വർണം പോലെ ഒഴുകുന്ന സമൃദ്ധി. ആ രൂപം വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യത്തിൻ്റെ എനർജി ആകർഷിക്കും. ജ്യോതിഷത്തിൽ ഏറെ ശക്തിയുള്ള ഒരു മന്ത്രം ഓം ശ്രീം മഹാലക്ഷ്മി നമ. ഈ മന്ത്രം ലക്ഷ്മി ദേവിയുടെ എനർജി ആകർഷിക്കുന്ന മന്ത്രമായി അറിയപ്പെടുന്നു. ഓരോ ദിവസവും 108 പ്രാവശ്യം ജപിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് വളരെ ശക്തമായ ഫലം ലഭിക്കും. ഓരോ ജപത്തോടും കൂടി നമ്മുടെ ഉള്ളിലെ ദാരിദ്ര്യ ചിന്തകൾ, ഭയങ്ങൾ അവ മാറാൻ തുടങ്ങും. കാരണം സമൃദ്ധി ആദ്യം വരുന്നത് മനസ്സിലാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട ദിവസമായി കണക്കാക്കുന്നു. ആ ദിവസം വീട് വൃത്തിയായി വെക്കുക, ദീപം തെളിയിക്കുക, പുഷ്പങ്ങൾ സമർപ്പിക്കുക. സാധ്യമായാൽ ലക്ഷ്മി ദേവി ക്ഷേത്രം സന്ദർശിക്കുക. വഴിപാടായി പാൽ, പായസം, പുഷ്പങ്ങൾ ഇവയിലേതെങ്കിലും സമർപ്പിച്ചാലും മതി. ഇവയിൽ വലിയതൊന്നുമില്ല, ഭക്തിയാണ് പ്രധാനമായത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ലക്ഷ്മി ദേവി വെറും പണം മാത്രം നൽകുന്ന ദേവിയല്ല. അവൾ നൽകുന്നത് ശാന്തിയും സന്തോഷവും സമൃദ്ധിയുമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പണം മാത്രമല്ല, ഒരു നല്ല ജീവിതം, ഒരു ശാന്തമായ മനസ്സ് അതുകൂടി ചോദിക്കുക. അവസാനം ഓരോ ദിവസവും നിങ്ങൾക്കുള്ളതിന് വേണ്ടി ഒരു നന്ദിയും പറയുക. ആ നന്ദിയുള്ള മനസ്സാണ് ലക്ഷ്മിയുടെ സാന്നിധ്യം കൂടുതൽ ആകർഷിക്കുന്നത്. ഇങ്ങനെ മനസ്സും സ്ഥലവും ശുദ്ധമാക്കി മന്ത്രവും ഭക്തിയും ചേർത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സമൃദ്ധി പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ദേവിയെ ആകർഷിക്കാൻ ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിച്ച് അവിടെ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക. ഒരു വിളക്ക് കൊളുത്തി അതിൽ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് ദേവീസ്തുതികൾ പാടുന്നത് നല്ലതാണ്. അതുപോലെ കനകധാര സ്തോത്രം, മഹാലക്ഷ്മി സ്തോത്രം തുടങ്ങിയവയും പാടാവുന്നതാണ്. വെള്ളിയാഴ്ചകളും പൗർണമികളും ലക്ഷ്മി ദേവിയുടെ ദിനങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളോ ദാനധർമ്മങ്ങളോ നടത്തുന്നത് പുണ്യമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സാമ്പത്തിക ഭദ്രതയും നിലനിൽക്കാൻ ദേവിയിൽ വിശ്വസിക്കുക. സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കൂ. ദേവി നിങ്ങളെ പരിപാലിക്കും. ദേവിയുടെ അനുഗ്രഹത്തിനായി ഓം ശ്രീം ലക്ഷ്മി നമ എന്ന മന്ത്രം കമൻറ്റ് ചെയ്യുക.